ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്കും ഇൻ്റർവ്യൂ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഒരു വയർലെസ് മൈക്രോഫോണാണ്. മൈക്രോഫോൺ പല കമ്പനിയുണ്ട്. സോണി, റോഡ്, ബോയ, ഹോളിലാൻഡ്. പക്ഷേ നമുക്ക് മിതമായ നിരക്കിൽ കിട്ടുന്ന ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള മൈക്രോഫോൺ, അതാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. പേര് ഡിജിടെക്. ഞാനൊന്ന് വാങ്ങി അത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഒരു റിസീവറും 2 ട്രാൻസ്മിറ്ററും അങ്ങനെയാണുള്ളത്. ഞാനിത് വാങ്ങിയത് 4200 രൂപയ്ക്കാണ്. ബാറ്ററി ചാർജ് ചെയ്യാൻ, പിന്നെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ, ക്യാമറയിലേക്ക് കൊടുക്കാൻ എല്ലാ കേബിളും ഇതിനകത്തുണ്ട്. റിസീവറിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു പവർ ഓഫ് ഓൺ ബട്ടൺ, പിന്നെ മുകൾ വശത്ത് വോളിയം മൈനസ് പ്ലസ്. ട്രാൻസ്മിറ്ററിൻ്റെ അടിവശത്തും ഇതുപോലെ പവർ ഓഫ് ഓൺ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ തന്നെയാണ് മ്യൂട്ടും ഉള്ളത്. അതിൻ്റെ മുകൾ വശത്ത് എക്കോ എന്ന് നോട്ട് ചെയ്തൊരു ബട്ടൺ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ നടക്കും. ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡിലേക്ക് മാറും. സെയിം ബട്ടൺ. ഇതിൻ്റെ വയർലെസ് റേഞ്ച് വരുന്നത് ഏതാണ്ട് 30 മീറ്റർ വരെ കിട്ടും. പക്ഷേ നമുക്കൊരു 20-25 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ ക്ലിയറായിട്ട് ഉപയോഗിക്കാം. ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൊബൈൽ ഫോണിൻ്റെ മൈക്കായിരുന്നു. ഇപ്പം ഡിജിടെക്കിൻ്റെ മൈക്കിലാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വോയിസ് ക്യാൻസലേഷൻ, ബാക്ക്ഗ്രൗണ്ട് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്കോ മോഡ് ബട്ടണിൽ ഒരു സിംഗിൾ പ്രസ് ചെയ്താൽ മതി. ഇപ്പം പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ ഏതാണ്ട് സൈലൻ്റായി. അതേ ബട്ടൺ ഒന്നും കൂടി ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്കോ മോഡിലേക്ക് പോകും. ഉണ്ടോ? അപ്പോൾ അത് എക്കോ മോഡിലേക്ക് പോയി. നോയ്സും ക്യാൻസൽ ചെയ്തു, എക്കോ മോഡ് ഓൺ ചെയ്യുകയും ചെയ്തു. ലോങ് പ്രസ് ചെയ്യുക, എക്കോ മോഡ് ഒഴിവാക്കാം. അപ്പോൾ ഈ മൈക്ക് ഒരുവിധം നല്ല പെർഫോമൻസാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെടുത്തോളൂ. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.